ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് വെള്ളരിക്ക് ഗണപതിയെ വീട്ടിൽ വെക്കുന്നത് എന്തിനാണെന്നും വെക്കേണ്ടുന്ന രീതിയെക്കുറിച്ചും വെച്ചാൽ കിട്ടുന്ന ഫലങ്ങളെക്കുറിച്ചുമാണ്. ഒരുപാട് പേര് ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മളോട് ചോദിച്ചിരുന്നു. വെള്ളരിക്ക് വിനായകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാക്ഷാൽ സൂര്യഭഗവാനെ തന്നെയാണ് നമ്മൾ പൂജ ചെയ്യുന്നത്. കാരണം വെള്ളരിക്ക് എന്നത് സൂര്യഭഗവാന്റെ മറ്റൊരു രൂപമാണ്. കാരണം എരിക്ക് ചെടി സൂര്യൻ്റെ സസ്യമാണെന്നാണ് പറയുന്നത്. സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹത്തിന് ചുറ്റുമാണ് മറ്റുള്ള എല്ലാ ഗ്രഹങ്ങളും എന്നുള്ളതും നമുക്കറിയാം. ആ രീതി വെച്ച് നോക്കുമ്പം നമ്മുടെ വീട്ടിൽ സൂര്യഭഗവാനെ കുറിക്കുന്നത് നമ്മുടെ അച്ഛനാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത തലമുറ, അതായത് നമ്മളുടെ സഹോദരന്മാർ, ഒരു കുടുംബത്തിലെ ആൺമക്കളാണ് സൂര്യൻ്റെ മറുരൂപമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ വീട്ടിലെ ആൺമക്കളുടെ ഉയർച്ച പൂർണ്ണമായും ഭഗവാൻ സൂര്യനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. സൂര്യൻ ഒരു ഗ്രഹമായിട്ട് മാത്രം നിന്നാൽ ഒരിക്കലും നമുക്കത് നല്ല ഫലം തരില്ല. കാരണം സൂര്യൻ വളരെയധികം ചൂടുള്ളൊരു ഗ്രഹമാണ്. നമുക്കറിയാം, മേടമാസത്തിൽ നമ്മൾ ആരും സൂര്യനെ നോക്കില്ല, അത്രമാത്രം ചൂടാണ്. അതുകൊണ്ട് തന്നെ സൂര്യൻ തനിച്ച് നമ്മുടെ ജാതകത്തിൽ നിന്നാൽ അത് നമുക്ക് ശുഭത്വം തരില്ല. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വിനായകനെ, എരിക്ക് വിനായകനെ മഞ്ഞൾ പൂശി വേണം നമ്മുടെ പൂജാമുറിയിൽ വെക്കാനെന്ന് പറയുന്നത്. കാരണം ഗുരുവിനെ ഏതൊരു ഗ്രഹം നോക്കിയാലും അത് നമുക്ക് നല്ല സദ്ഫലങ്ങൾ കൊണ്ടുവന്ന് തരും. അപ്പോൾ വെള്ളരിക്ക് വിനായകനിൽ നമ്മൾ മഞ്ഞൾ തേക്കുമ്പം സൂര്യൻ്റെ ദോഷം എന്താണെങ്കിലും അത് മാറിപ്പോയി നമുക്ക് ശുഭഫലം തരും. അതുകൊണ്ട് തന്നെയാണ് ഒരിക്കലും നമ്മൾ വെള്ളരിക്ക് ചെടി വീട്ടിൽ വളർത്തരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഭൂമിയിൽ 8 കോണുകളിൽ നിന്നും നമുക്ക് വരുന്ന സർവ്വ ഊർജത്തെയും ഈ ഒരു സൂര്യൻ്റെ ഊർജം ഇല്ലാതാക്കി കളയും. ചൊവ്വ, ശുക്രൻ ഇവയൊക്കെ നമുക്ക് തരുന്ന നല്ല ഫലങ്ങളെ വെള്ളരിക്ക് ചെടിയിലെ സൂര്യകാരകത്വം നശിപ്പിച്ചു കളയും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും വീട്ടിൽ വെള്ളരിക്ക് ചെടി വളർത്താൻ പാടില്ല. അങ്ങനെ നോക്കുമ്പം നമ്മൾ എങ്ങനെയാണ് ഈ ഒരു വെള്ളരിക്ക് വിനായകനെ വീട്ടിൽ വെച്ചാൽ നമുക്ക് ഫലം കിട്ടുന്നത്? കേതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഭഗവാൻ വിനായകനാണ്. സൂര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ അച്ഛനെയാണ് കുറിക്കുന്നത്. നമുക്കറിയാം, ഭഗവാൻ മഹാദേവനും ഗണേശ ഭഗവാനും തമ്മിൽ വഴക്കുണ്ടാവുകയും അതുവഴി ഭഗവാന്റെ ശിരസ് മഹാദേവൻ അറുത്ത് കളഞ്ഞതുമൊക്കെ. ഇവിടെ അർത്ഥമാക്കുന്നത്, ആരുടെ ജാതകത്തിൽ സൂര്യ കേതു ചേർച്ചയുണ്ടോ അവിടെ അച്ഛനും മകനും തമ്മിൽ പ്രശ്നങ്ങളുണ്ടാവും. ആ വീട്ടിൽ ഒരിക്കലും അച്ഛനും മകനും തമ്മിൽ സ്നേഹത്തോടെ പോകില്ല, എപ്പോഴും വഴക്കായിരിക്കും. വീടുമായി ഒത്തുപോകാതെ ആൺമക്കൾ വീട്ടിൽ നിന്ന് പോവുകയൊക്കെ ചെയ്യും. ഒപ്പം തന്നെ പൂർവിക സ്വത്ത് വഴക്ക് വരുന്നതും ഈ ഒരു സൂര്യ കേതു ചേർച്ച ഉള്ളതുകൊണ്ടാണ്. കേതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അനുഭവിക്കാൻ പറ്റാത്തത് എന്നാണ് അർത്ഥമാക്കുന്നത്. ആ രീതിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ ജാതകത്തിലാണോ സൂര്യ കേതു ചേർച്ചയുള്ളത് അവർക്കൊരിക്കലും അച്ഛൻ്റെ സ്നേഹം അനുഭവിക്കാനോ പാരമ്പര്യമായിട്ടുള്ള സ്വത്തുക്കൾ അനുഭവിക്കാനോ ഒപ്പം തന്നെ വീട്ടിൽ ഒന്നിച്ചു നിന്നാൽ വഴക്കുണ്ടാക്കുക ഇതുപോലെയുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. കാരണം അവരുടെ ജാതകത്തിൽ സൂര്യ കേതു ദോഷമാണ്. ഇത് മാറ്റാൻ പറ്റുന്ന ഒരേ ഒരു വ്യക്തിയെന്ന് പറയുന്നത് സാക്ഷാൽ വെള്ളരിക്ക് ഗണപതിയാണ്. വെള്ളരിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനാണ്, വിനായകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേതുവാണ്. അപ്പം അവിടെ സംഭവിക്കുന്നത് എന്താണ്? സൂര്യ കേതു ചേർച്ചയാണ്. നമ്മൾ വെള്ളരിക്ക് വിനായകനെ മഞ്ഞൾ തേച്ച് വേണം വീട്ടിൽ വെക്കാനെന്ന് ഞാൻ പറഞ്ഞു. മഞ്ഞൾ എന്ന് പറയുന്നത് ഗുരുകാരത്വമാണ്. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണ്? കേതുവിൻ്റെ ആ ഒരു ദോഷത്തെ, സൂര്യൻ്റെ ആ ഒരു താപത്തെ മഞ്ഞളിന് ഇല്ലാതാക്കാൻ സാധിക്കും. നമ്മൾ ചെയ്യേണ്ടത്, അശ്വതി നക്ഷത്രം വരുന്ന ദിവസം വീട്ടിലോട്ടൊരു വെള്ളരിക്ക് വിനായകനെ വാങ്ങിക്കൊണ്ടുവരിക. അശ്വതി നക്ഷത്രത്തിൽ വാങ്ങിക്കാൻ പറ്റാത്തവർക്ക് വിനായക ചതുർത്ഥി വരുമല്ലോ ചിങ്ങമാസത്തിൽ, ആ സമയത്ത് ആദ്യത്തെ ദിവസവും വാങ്ങിക്കൊണ്ട് വന്ന് ഭഗവാനെ പാലുകൊണ്ട് അഭിഷേകം ചെയ്ത് നന്നായി മഞ്ഞൾ തേച്ച് വെക്കണം. ശേഷം ഒരു കോപ്പർ പ്ലേറ്റ് എടുക്കണം. കോപ്പർ തന്നെ ഇവിടെ എടുക്കണം. കാരണം കോപ്പറിൽ സൂര്യകാരകത്വം കൂടുതലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കോപ്പർ പ്ലേറ്റ് എടുക്കാൻ പറഞ്ഞത്. അതിനുശേഷം ആ കോപ്പർ പ്ലേറ്റിൽ അക്ഷതം ഇടണം. അക്ഷതം എന്ന് പറഞ്ഞാൽ പച്ചരിയിൽ മഞ്ഞളും നെയ്യും ചേർത്ത് തിരുമിയെടുത്തതാണ്. കാരണം അവിടെ ഗുരുകാരകത്വമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ
അക്ഷതം ഇടാൻ പറഞ്ഞത്. അതിനുശേഷം അതിന് പുറത്തായിട്ട് നമ്മൾ ഈ വെള്ളരിക്ക വിനായകനെ വെക്കണം. ശേഷം ഭഗവാന്റെ 108 നാമങ്ങൾ അല്ലെങ്കിൽ ഭഗവാന്റെ 16 നാമങ്ങൾ, ഈ 16 നാമങ്ങൾ ഞാൻ നമ്മുടെ വിനായക ചതുർത്ഥിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. ഈ നാമങ്ങൾ ചൊല്ലി കറുകപ്പുല്ല് കിട്ടുമെങ്കിൽ അതുകൊണ്ടോ ഇല്ലെങ്കിൽ ചുമന്ന പൂക്കൾ കൊണ്ടോ ഭഗവാനെ അർച്ചന ചെയ്യണം. അർച്ചന ചെയ്തതിന് ശേഷം ഭഗവാന് നിവേദ്യമായി 2 പഴം, 7 കറുത്ത മുന്തിരിങ്ങ, വെറ്റിലയും പാക്കും, ഒപ്പം തന്നെ തലേ ദിവസം ഒരല്പം വെള്ളത്തിൽ ശർക്കര നമ്മൾ കലക്കിയെടുത്തിട്ട് അതിനകത്ത് 1 സ്പൂൺ ചെറുപയറിട്ട് കുതിർത്ത് എടുത്തിട്ട് അതും കൂടെ നമ്മൾ ഭഗവാന് നിവേദ്യമായിട്ട് സമർപ്പിച്ച് ധൂപദീപ ആരതിയൊക്കെ എടുത്തിട്ട് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കണം. നമ്മുടെ ഭർത്താവ് അല്ലെങ്കിൽ മക്കൾ നന്നായിരിക്കണമെന്നും അനുസരണ ഉണ്ടാവണമെന്നും നമ്മുടെ കുടുംബത്തിൽ ഐക്യമുണ്ടാവണമെന്നും പാരമ്പര്യമായിട്ട് എന്തെങ്കിലും പിതൃശാപമുണ്ടെങ്കിൽ അത് തീരണമെന്നും കുലദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടണമെന്നും ഒക്കെ പ്രാർത്ഥിച്ച് ഭഗവാനോട് നമ്മൾ അപേക്ഷിക്കണം. അതിനുശേഷം നമ്മൾ ഈ ഭഗവാന് വെച്ചിട്ടുള്ള നിവേദ്യങ്ങൾ, അതായത് ചെറുപയർ ശർക്കര വെള്ളത്തിൽ കുതിർത്തത്, വെറ്റില, പാക്ക്, പഴം, ഒപ്പം തന്നെ കറുകപ്പുല്ല് സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കറുകപ്പുല്ലും കൂടി വീടിനടുത്ത് പശുവുണ്ടെങ്കിൽ പശുവിന് നമ്മൾ കൊണ്ടുപോയി കൊടുക്കണം. ഇവിടെ പശു എന്നല്ലാതെ മറ്റൊരു ഓപ്ഷൻ നമുക്കില്ല. ഇനി അബ്രോഡൊക്കെ താമസിക്കുന്നവരാണ്, വീടിനടുത്ത് പശു ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിൽ കൊണ്ടുപോയി കളഞ്ഞേക്കുക. കിളികൾ കഴിച്ചോളും. പഴമാണെങ്കിലും ചെറുതായിട്ട് മുറിച്ച് കൊടുത്താൽ മതിയാവും. ഇത് തുടർച്ചയായി 48 ദിവസം ചെയ്യണം. അതായത് നമ്മുടെ വീട്ടിൽ അച്ഛനും ആൺമക്കളും തമ്മിൽ ഇതുപോലെ പ്രശ്നമുണ്ട്, ആൺമക്കൾക്ക് ചെയ്യുന്ന ജോലിയിൽ ഉയർച്ച കിട്ടുന്നില്ല, അവരനുസരിക്കുന്നില്ല, മറ്റു രീതിയിലൊക്കെ പോകുന്നുണ്ട്, അതേപോലെ പിതൃശാപമുണ്ടെന്ന് പറയുന്നു, പാരമ്പര്യമായിട്ടുള്ള സ്വത്തുക്കൾ കിട്ടാൻ വേണ്ടിയിട്ട് പ്രശ്നങ്ങളുണ്ട്, കുലദൈവത ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, അതേപോലെ തന്നെ നമ്മുടെ ഭർത്താക്കന്മാർ നമുക്കൊരു വില തരുന്നില്ല. ദാറ്റ് മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് അവർക്ക് അവരുടെ ജോലിയാണ് വലുത്. ജോലി കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് സമയം പോലും അവർ നമുക്ക് വേണ്ടി തരുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു പൂജ 48 ദിവസം തുടർച്ചയായി ഇതേ രീതിയിൽ ചെയ്യണം. അപ്പം എല്ലാ ദിവസവും നമ്മൾ ആ കോപ്പർ പ്ലേറ്റിലെ അക്ഷതം മാറ്റി പുതിയത് വെക്കണം. ഈ 48 ദിവസവും ഭഗവാനെ എന്നും പാലുകൊണ്ട് അഭിഷേകം ചെയ്ത് ഭഗവാന് മഞ്ഞൾ തൂക്കണം. പീരിയഡ്സ് വരുന്ന ആ ദിവസങ്ങളിൽ നമ്മളിത് കൂട്ടണ്ട. വീട്ടിൽ ഭർത്താവോ മക്കളോ ചെയ്യുമെങ്കിൽ തീർച്ചയായിട്ടും അവരെ കൊണ്ട് ഇത് നമുക്ക് ചെയ്യിപ്പിക്കാവുന്നതാണ്. 48 ദിവസം കൊണ്ട് നമുക്കിതിന് മാറ്റം കിട്ടും. പ്രത്യേകിച്ച് സ്ത്രീകൾ ഇത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഗണേശ ഭഗവാനെ ഒഴിവാക്കിയത് സാക്ഷാൽ പാർവതീ ദേവിയാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ സ്വന്തം മാതാവിനെ പോലെ തന്നെ കാണുന്ന സ്ത്രീകളെ ഭഗവാൻ അമ്മയായി കാണുകയും അവരുടെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കി അവരാഗ്രഹിക്കുന്ന വരം നൽകി ഭഗവാൻ അനുഗ്രഹിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിത് തുടർച്ചയായി 48 ദിവസം ചെയ്യണം. ചെയ്താൽ തീർച്ചയായും ഫലം കിട്ടും. ഫലം കിട്ടി നല്ല രീതിയിലുള്ള ഒരു ഇമ്മീഡിയറ്റ് റിസൾട്ട്, ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് തുടങ്ങിയാൽ അപ്പോൾ തന്നെ വീടിനടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ പോകണം. അവിടെ പോയി ഗർഭഗൃഹത്തിൽ, അതായത് ഭഗവാൻ ഇരിക്കുന്ന ശ്രീകോവിലിനുള്ളിലോട്ട് നമ്മൾ 7 തൂക്കുവിളക്ക് വാങ്ങിച്ചു കൊടുക്കണം. 7 എണ്ണം തന്നെ വേണം, തൂക്കുവിളക്ക് തന്നെ വേണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വിളക്ക് കുറിക്കുന്നത് സൂര്യനെയാണ്, അതിലെ ചങ്ങല കുറിക്കുന്നത് കേതുവിനെയാണ്. അപ്പം ആ ഒരു സൂര്യ-കേതു ദോഷം കംപ്ലീറ്റ് ആയിട്ട് നീങ്ങിക്കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മുടെ ജാതകത്തിലെ ആ ഒരു ദോഷം നമുക്ക് ഇല്ലാതാക്കാനും സാധിക്കും. അതുമാത്രവുമല്ല, പിതൃശാപം, കഠിനമായ പിതൃശാപം കൊണ്ട് കഷ്ടപ്പെടുന്നവർക്കിതൊരു നല്ല പരിഹാരമാണ് ഈ ഒരു തൂക്കുവിളക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത്. ആ കോപ്പർ പ്ലേറ്റിൽ ഭഗവാനെ വെക്കാൻ നമ്മളെടുത്ത അക്ഷതം എല്ലാ ദിവസവും ഒരു ചെറിയ കണ്ടെയ്നറിനുള്ളിൽ സൂക്ഷിച്ച് വെച്ചിട്ട് 48 ദിവസത്തിന് ശേഷം അത് കിളികൾക്ക് ഭക്ഷണമായിട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ ഉറുമ്പുകൾക്കാണെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇത് അച്ഛൻ മകൻ പ്രശ്നങ്ങൾ, കുടുംബത്തിലെ ആൺമക്കൾ അല്ലെങ്കിൽ അച്ഛന്മാർ അനുഭവിക്കുന്ന പ്രശ്നം, അതുപോലെ തന്നെ വിദ്യയിൽ നമ്മുടെ മക്കൾക്ക് ഉയർച്ചയുണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന പേരൻസിനും ഇത് ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് ജോലി കിട്ടാൻ വേണ്ടിയിട്ടും അതേപോലെ മക്കൾ നന്നായി പഠിച്ച് അവരൊരു ഉയർച്ചയിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു മാതാപിതാക്കൾക്കും, പ്രത്യേകിച്ച് അവരുടെ അമ്മയ്ക്ക് ഈ ഒരു കാര്യം ചെയ്താൽ ഫലം 100% കിട്ടിയിരിക്കും. അപ്പോൾ എല്ലാവരും വെള്ളരിക്ക് വിനായകനെ ഇതുപോലെ വാങ്ങിച്ച് വീട്ടിൽ വെക്കൂ. ആരുടെയെങ്കിലും വീട്ടിൽ വെള്ളരിക്ക് വിനായകനുണ്ട്, നിങ്ങൾ മഞ്ഞൾ തേക്കാതെയാണ് വെച്ചിരിക്കുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ മഞ്ഞൾ തേച്ച് ഭഗവാനെ വെച്ചിരിക്കണം. അത് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ ഭവ.